ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. SNDP NSS സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സമുദായ സംഘടനകളെ വിമർശിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നത് ശരിയല്ലെന്നും മന്ത്രി. ചേലക്കരയിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് പരിക്കേറ്റു. അകമല RRT വിഭാഗത്തിലെ വാച്ചർ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത്. കടവലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളുടെ ട്രാവലറും ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ചാവക്കാട് പോലീസ് സ്റ്റേഷന്റെ അകത്തും പാമ്പ്. വാർത്തകൾ വിശദമായി. SNDP NSS സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ടു പോകുന്നത് നല്ല കാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NSSനും SNDPക്കും നല്ല പാരമ്പര്യമുണ്ട്. സമുദായ സംഘടനകൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. വിമർശിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. നാടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുള്ള സമുദായ സംഘടനകളുടെ ഐക്യം നല്ലതാണെന്നും മന്ത്രി പറഞ്ഞു. ചേലക്കര ചിറങ്ങോണത്ത് കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് പരിക്കേറ്റു. അകമല RRT വിഭാഗത്തിലെ വാച്ചർ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത്. ചിറങ്ങോണം ഭാഗത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ചാക്കോയുടെ കയ്യിലിരുന്ന പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. വാച്ചറുടെ ഇടതു കൈപ്പത്തിക്കും വിരലുകൾക്കും പരിക്കേറ്റ വാച്ചറെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് രാത്രികാല പട്രോളിംഗിനും ആനയെ തുരത്താനുമായി എത്തിയതായിരുന്നു വനം വകുപ്പ് സംഘം. കടവല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ശബരിമല ദർശനത്തിന് പോകുകയായിരുന്ന കർണാടക സ്വദേശികളുടെ ട്രാവലറും കർണാടകയിൽ നിന്നുള്ള വിനോദയാത്രാ സംഘത്തിന്റെ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽപ്പെട്ട ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം ടിപ്പു സുൽത്താൻ റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. കാട്ടൂർ സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ അനിത ബിജു, മക്കളായ ആൻഡ്രോ, ആൽഡ്രിൻ മേരി, ചന്ദ്രാപിന്നി സ്വദേശി വൈശാഖ്, എടത്തിരുത്തി സ്വദേശി പ്രശാന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒരാഴ്ചയ്ക്ക് മുൻപ് ഡ്രൈവർമാരുടെ വിശ്രമ മുറിയിൽ കണ്ട പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പാമ്പ് മൈനർ OPയുടെ പൊത്തിലൂടെ പോയതിനാൽ പിടികൂടാൻ സാധിച്ചില്ല. ഇതിനിടയിൽ പാമ്പിനെ ആശുപത്രി വളപ്പിലെ പല ഭാഗത്തും കണ്ടിരുന്നു. വീണ്ടും ഇന്ന് രാവിലെ മൈനർ OPയിൽ പാമ്പ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരനും സ്നേക്ക് റെസ്ക്യൂവറുമായ KP സുധീഷാണ് പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറിയത്. 2 ആഴ്ചയിലേറെയായി ആശുപത്രിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച പാമ്പിനെ പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് ആശുപത്രി ജീവനക്കാരും രോഗികളും. ചാവക്കാട് പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്ന് അണലിയെ പിടികൂടി. ഇന്ന് പുലർച്ചെ 4-നാണ് 6 അടിയോളം നീളമുള്ള അണലിയെ സ്റ്റേഷന്റെ അകത്തുനിന്ന് പിടികൂടിയത്. പുലർച്ചെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി.
ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി കൊടുങ്ങല്ലൂരിലെത്തി. നഗരസഭയിലെ വയലാർ റോഡിൽ വലിയപറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിലാണ് MA ബേബി ആദ്യമെത്തിയത്. ഭവന സന്ദർശനം എന്നത് CPMനെ സംബന്ധിച്ച് പുതിയ കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്കെത്തിക്കുക എന്നതാണ് ഗൃഹസമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി, ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR ജൈത്രൻ, KK അബീദ് അലി, KP രാജൻ, TK രമേശ് ബാബു, ഷീല രാജ്കമൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇടയ്ക്കിടയ്ക്ക് കാണുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവർ പറയുന്നതിൽ അവർ വെക്കുന്ന നിർദ്ദേശങ്ങളിൽ വിമർശനങ്ങളിൽ കഴമ്പുള്ളതുണ്ട് എന്ന് മനസ്സിലാവുന്നത് പാർട്ടി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഈ പ്രവൃത്തിയുടെ ഭാഗമായി വീടുകൾ സന്ദർശിച്ച് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് എന്തൊക്കെയാണ് പാർട്ടി ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലാവുമ്പോൾ LDF ഗവൺമെൻറ് ഇവിടെയുണ്ട്, ആ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മാർച്ച് സംഘടിപ്പിച്ചു. സ്വരാജ് റൌണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി MR റോഡിലെ BSNL ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ 1000-ലേറെ തൊഴിലാളികൾ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കോർപ്പറേറ്റ് ഭരണം നടത്തുന്ന BJP സർക്കാരിന് കൈവയ്ക്കാൻ ചുമരില്ലാത്ത രീതിയിൽ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടണം. പല സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികളുടെ പിന്തുണയിൽ മാത്രമാണ് BJP ഭരണം നിലനിർത്തുന്നത്. തൊഴിലാളി ദ്രോഹ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കും വരെ തൊഴിലാളി സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി S രാജേന്ദ്രൻ, പ്രസിഡന്റ് ഗിരിജ സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലാളികളുടെ സമരം ശക്തിപ്പെടുകയും ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ തൊഴിലാളി വർഗം. ചാലക്കുടി നഗരത്തിൽ തെരുവുനായ ശല്യം വിഷയം നാളെ ചേരുന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാനൊരുങ്ങി പ്രതിപക്ഷം. ചാലക്കുടി സൌത്ത് ജംഗ്ഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ 7 പേരെ കടിച്ച തെരുവുനായയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അക്രമാസക്തരായ നായകൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആളുകൾക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. തെരുവുനായ ശല്യം വിഷയം മാത്രം ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മറ്റ് അജണ്ടകൾക്കൊപ്പം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം ഉൾക്കൊള്ളിച്ചാണ് ചെയർപേഴ്സൺ യോഗം വിളിച്ചിരുന്നത്. പട്ടിക്കാട് സൂപ്പർമാർക്കറ്റിലുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ജോർജേട്ടൻ സൂപ്പർമാർക്കറ്റിലാണ് കഴിഞ്ഞ ദിവസം അഗ്നിബാധയുണ്ടായത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചൊവ്വൂർ കിഴക്കേ അങ്ങാടിയിൽ ഫർണിച്ചർ നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉരുപ്പടികളും മരങ്ങളും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അരിമ്പൂർ വീട്ടിൽ റീസന്റെ ഉടമസ്ഥതയിലുള്ള RD ഫർണിച്ചറിന്റെ നിർമ്മാണശാലയിൽ തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹവേദിക്ക് പുറത്ത് വിസ തട്ടിപ്പിന് ഇരയായവർ പ്രതിഷേധിച്ചു. ഇരിങ്ങാലക്കുട സിന്ധു കൺവെൻഷൻ സെന്ററിൽ നടന്ന ആളൂർ സ്വദേശി അഡ്വക്കേറ്റ് ജെറിൻ ഡേവിസിന്റെ വിവാഹവേദിക്ക് പുറത്താണ് ഒരു കൂട്ടം സ്ത്രീകളും യുവാക്കളും അടക്കം ബാനറുകളുമായി പ്രതിഷേധിച്ചത്.
വിദേശ രാജ്യങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ജാമ്യമെടുത്ത് പുറത്തിറങ്ങി ആഡംബരമായി വിവാഹം നടത്തുകയാണെന്നും തങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. കൈപ്പറമ്പ് പഞ്ചായത്ത് ജനകീയ ഫുട്ബോൾ മേളയുടെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി പോൾസൺ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് പുഴയോട് ചേർന്ന് നിർമ്മിക്കുന്ന ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി MLA മുരളി പെരുന്നെല്ലിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘം സന്ദർശനം നടത്തി. 80 ലക്ഷം രൂപ ചെലവിലാണ് ഏനാമാവിൽ ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MS സീത, S സിയാദ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ജലപാതയോട് ചേർന്നുള്ള ബോട്ട് ജെട്ടികളും ജലപാതയും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ടൂറിസം അടക്കമുള്ള സമസ്ത മേഖലകളിലും മണലൂർ മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് MLA പറഞ്ഞു. ആ ജലപാത പോകുന്ന മേഖലയിൽ നമ്മുടെ ജില്ലയിൽ 5 ബോട്ട് ജെട്ടികൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിൽ ഏനാമാവ് ഇവിടെ ഏനാമാക്കിൽ നിർമ്മിക്കപ്പെടുന്ന ബോട്ട് ജെട്ടി 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത് സന്ദർശിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എന്നോടൊപ്പം AX സീത, അതുപോലെ AE സിയാദ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലെനിൻ അടക്കമുള്ളവരുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഉദ്ഘാടനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ടൊരു പദ്ധതിയാണ്. തൃശൂർ ജില്ലയിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലൂടെയുള്ള ആത്മീയ പഠനയാത്രാ സംഘത്തിന് ഒളരിക്കര ശ്രീനാരായണ മാഹേശ്വര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറുമായ ഷാജു കുണ്ടോളി, ക്ഷേത്രം പ്രസിഡന്റ് VK കാർത്തികേയൻ, SNDP ശാഖാ പ്രസിഡന്റ് സുധീരൻ, കമ്മിറ്റി അംഗങ്ങളായ PV ഉണ്ണികൃഷ്ണൻ, വേണുഗോപാൽ മാടമ്പിക്കാട്ടിൽ, യൂണിയൻ പ്രതിനിധി പ്രകാശൻ തിരുത്തിയിൽ, ഷാനവാസ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൌമാരക്കാരായ കുട്ടികൾക്ക് ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സ്വാതി സുനിൽ, ലത്തീഫ് പേരത്ത് എന്നിവർ ക്ലാസ് എടുത്തു. ഇനി അവിടെ പോകണ്ട, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കൂടാ, അങ്ങനെ ഒരു നല്ലൊരു ക്രിറ്റിസൈസർ, നല്ലൊരു നിരൂപകരാകാൻ കൂടി നമ്മൾ ശ്രമിക്കണം. 46ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ഈ മാസം 22 മുതൽ 25 വരെ തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8 വേദികളിലായി 52 ഇനങ്ങളിൽ നടക്കുന്ന കലോത്സവത്തിൽ 1500ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. 22-ന് വൈകിട്ട് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. കലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ P ജയപ്രസാദ്, CB ബൈജു, ജോഷി വളപ്പില, S ശ്രീകുമാർ, MG സുബ്രതകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. തൃശൂർ ഡോളേഴ്സ് ബസിലിക്കയിലെ ഹെൽത്ത് കെയർ സൊസൈറ്റിയും സൗത്ത് ലയൺ ക്ലബ്ബും ചേർന്ന് ബസിലിക്ക ഹാളിൽ ബുധനാഴ്ച സൗജന്യ ശ്രവണ സഹായ ഉപകരണ വിതരണ പരിപാടി സംഘടിപ്പിക്കും.
മാർ ആൻഡ്രൂസ് താഴത്ത് വിതരണോദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ 251 പേർക്ക് സൗജന്യ ശ്രവണ സഹായ ഉപകരണങ്ങളും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന 175 പേർക്ക് സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്യും. ബസലിക്ക റക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി, പ്രോഗ്രാം കൺവീനർ പോൾസൺ ആലപ്പാട്ട്, ടി കെ അന്തോണിക്കുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിനിമം കൂലി 700 രൂപയാക്കുമെന്ന LDF പ്രകടന പത്രിക വാഗ്ദാനവും മന്ത്രിതല ചർച്ചകളിൽ സർക്കാർ അംഗീകരിച്ച തീരുമാനങ്ങളും ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികൾ സമരരംഗത്തേക്ക്. ശനിയാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സമരം യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി VK ലതിക, CU ശാന്ത, പ്രീതി രാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് CT ദേവസി സ്മാരക ട്രസ്റ്റ് നൽകുന്ന സഹകാരി പുരസ്കാരം ജില്ലയിലെ മുതിർന്ന സഹകാരി E വേണുഗോപാല മേനോന് സമ്മാനിച്ചു. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. അഴീക്കോട് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിൽ ഹാർമണി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ അവാർഡ് പിന്നണി ഗായകൻ KG മാർക്കോസിന് സമ്മാനിച്ചു. ET ടൈസൺ MLA പുരസ്കാരദാനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര, ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ, ഡോക്ടർ ജോർജ് എസ്പോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര CMI അനുഗ്രഹ പ്രഭാഷണം നടത്തി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമി മുഹമ്മദ്, PA കരുണാകരൻ എന്നിവർ സംസാരിച്ചു. സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേകി ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു എരിവെയിലിൽ മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീ. മായന്നൂർ പാലത്തിന്റെ 15ാം വാർഷികം ഈ മാസം 22-ന് നടക്കും. വാർഷികാഘോഷത്തിന്റെ ബ്രോഷർ കൺവീനർ P പ്രശാന്തി മുതിർന്ന CPM നേതാവ് കൃഷ്ണകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ അമ്പിളി പുഴയോരം, ട്രഷറർ T മോഹനൻ, CPM നേതാവ് T ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ഷേപ്പിംഗ് യങ് മൈൻഡ്സ് പ്രോഗ്രാമിന്റെ 5ാം പതിപ്പ് ഈ മാസം 22-ന് DBCLC ഹാളിൽ നടക്കും. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കും യുവ മാനേജർമാർക്കുമായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടി കല്യാൺ ജ്വല്ലേഴ്സ് MD TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്യും. TMA പ്രസിഡന്റ് C പത്മകുമാർ, ഭാരവാഹികളായ MR ഗോപാലകൃഷ്ണൻ, PJ ഷാജി, ഡോക്ടർ PT നൌഷജ, ജാക്സൺ ഡേവിഡ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട പ്രദക്ഷിണം ടൗൺ ചുറ്റി തിരികെ പള്ളിയിലെത്തി സമാപിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും തിരുനാൾ കൊടിയേറ്റവും നടന്നു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റോണിയോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദിവസങ്ങൾക്ക് ശേഷം
ഒറ്റപ്പാലം കാട്ടുകുളം AKN MMA മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. MP VK ശ്രീകണ്ഠൻ, ഗായകൻ NM ഹരി തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകൻ V മണികണ്ഠന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. തുടർന്ന് മെഗാ സ്റ്റേജ് ഷോ അരങ്ങേറി. 35 ലക്ഷത്തിലധികം കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രധാന അധ്യാപകനായിട്ടുള്ള പ്രിൻസിപ്പൽ ഗുണനിലവാരമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ വേണമെന്ന് തീരുമാനം, ആ വിദ്യാഭ്യാസം നടക്കാത്തതുകൊണ്ട് നല്ലൊരു ജോലി കിട്ടാതെ കഴിയും. എത്രയോ എല്ലാവരും ചേർന്ന് സമ്മാനിക്കുന്നു. ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു വലിയ ലേബേഴ്സിനെ കേരളത്തിൽ നിന്ന് പുറത്ത് ഏത് രാജ്യത്ത് നിന്നാലും അവരെ സ്വീകരിക്കാൻ ആ രാജ്യങ്ങൾ തയ്യാറാവുന്നു. തൊഴിൽ കമ്പോളങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ളവരായി കേരളത്തിലെ ചെറുപ്പക്കാർ മാറി എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആരോഗ്യരംഗമായാലും മറ്റുള്ള ഏത് മേഖല എടുത്ത് തീർച്ചയായിട്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന എയ്യാൽ ശ്രീ കാർത്തേനി ദുർഗാ ഭഗവതി ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ പ്രധാന കട്ടിളവെപ്പ് നടന്നു. മേൽശാന്തി ഇടമന ഇല്ലത്ത കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, കൺവീനർ ചെമ്പകശ്ശേരി സേതുരാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാക്കശ്ശേരി വൈലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാപൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്ര മേൽശാന്തി പ്രിനിൽ ചേർത്തല പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PA ബാലൻ, സെക്രട്ടറി PA സുരേന്ദ്രൻ, ട്രഷറർ മുരളി പുതുമനശ്ശേരി, കൺവീനർ P സുധീഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെങ്കിടങ്ങ് മേഖലയിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസും വികസന കമ്മിറ്റി രൂപീകരണവും നടത്തി. പഞ്ചായത്ത് മെമ്പർ സജ്ന ഷിഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് UA ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസർ VV സുജിത് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജോൺസൺ കാട്ടൂർ, KK മുകേഷ്, PK സനൂപ് എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, ചലച്ചിത്രതാരം ഗോകുൽ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KT ലിംസൺ, വാർഡംഗം PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചളിങ്ങാട് ബാദുഷ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ അജ്മീർ ഉറൂസ് സംഘടിപ്പിച്ചു. ചളിങ്ങാട് മഹൽ ഖത്തീബ് അബൂബക്കർ സൈദി പതാക ഉയർത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. ജാഫർ സഖാഫി അൽ അസ്ഹരി, നജീബ് സഖാഫി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. عمره 11 سنة إلى جهة العراق وتوفيا ذلك العام ودفنا تلك الطباق رضي الله عنهما الخلاق وجد من تركتهما بستان كثير الفواكه يطول. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പത്തിരുന്നാളിനോടനുബന്ധിച്ച് ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ മെഗാ ഡാൻസ് നൈറ്റ് സംഘടിപ്പിച്ചു.
ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാണങ്കം മിനിദാസൻ അധ്യക്ഷത വഹിച്ചു. ഏകലവ്യ കലാ കായിക സമിതി സെക്രട്ടറി TG അജു, പ്രദീപ് കല്ലിങ്ങപ്പുറം, ഫ്രാങ്ക്ലിൻ തോമസ് എന്നിവർ സംസാരിച്ചു. ആളൂർ എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഈ മാസം 25-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ രാവിലെ എഴുന്നള്ളിപ്പ്, ഉച്ചകഴിഞ്ഞ് കലാമണ്ഡലം സോമന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ പകൽപൂരം എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് EK മാധവൻ, സെക്രട്ടറി EV സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി AR രാമകൃഷ്ണൻ, ഖജാൻജി EA ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പാടൂർ വാണിവിലാസം UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനം 29, 30 തീയതികളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പ്രധാനാധ്യാപകൻ ബ്രിസ്റ്റോ മൈക്കിൾ, PTA പ്രസിഡന്റ് ഫിറോസ് കാലടിയിൽ, പബ്ലിസിറ്റി ചെയർമാൻ TL ജോമോൺ, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ MS ശ്രീനിവാസൻ, പബ്ലിസിറ്റി കൺവീനർ നൈസി പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. തൃശൂർ ഫാമിലി അപ്പോസ്തലേറ്റ് സെന്റർ യൂത്ത് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. നാട്ടിക ഇയാനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണവും മഹോത്സവവും ഈ മാസം 21 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി 23-ന് വൈകിട്ട് കൊടിയേറ്റം നടക്കും. 28-ന് 5 ഗജവീരന്മാർ അണിനിരക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിന് പനങ്ങാട്ടിരി മോഹനൻ മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം അകമ്പടിയേകും. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,355, പവന് 1,06,840. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. SNDP NSS സമുദായ സംഘടനകൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. സമുദായ സംഘടനകളെ വിമർശിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നത് ശരിയല്ലെന്നും മന്ത്രി. ചേലക്കരയിൽ കാട്ടാനയെ തുരത്തുന്നതിനിടെ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനം വകുപ്പ് വാച്ചർക്ക് പരിക്കേറ്റു. അകമല RRT വിഭാഗത്തിലെ വാച്ചർ ചാക്കോയ്ക്കാണ് പരിക്കേറ്റത്. കടവല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളുടെ ട്രാവലറും ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ചാവക്കാട് പോലീസ് സ്റ്റേഷന്റെ അകത്തും പാമ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.